ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പരസ്പരം സ്നേഹത്തോടെയും സഹകരണത്തോടെയും സാഹോദര്യത്തോടുകൂടിയും കഴിഞ്ഞിരുന്ന നമുക്കിടയിലേക്ക് വിദ്വേഷത്തിന്റെയും വിഭാഗീയതയുടെയും മതവൈരത്തിന്റെയും ഒക്കെ വിത്തുകൾ പാകിയതിന് പ്രധാനപ്പെട്ട പങ്കുവഹിച്ചവരിൽ ഒരാളാണല്ലോ ശ്രീ എം അക്ബർ. അതുപോലെ തന്നെ തുല്യ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ബാലു അണ്ണൻ. ഇബ്രാഹിക്കായ്ക്ക് ജനിക്കാതെ പോയ മരുമകനെ നമ്മൾ വിട്ടുകളയരുത് വെറുതെ. കാരണം ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ശരിയാണ്, പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മാത്രമാണ് ശരി എന്ന് പറയുന്നതിനെയാണ് അവർ ക്രോസ് ചെയ്യുന്നത്. കാരണം ഒരുപാട് മതങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിലേറെ മതരാഹിത്യങ്ങളും നാസ്തികതകളും ഒക്കെ കൊടികുത്തി വാഴുന്ന ഒരു സമൂഹത്തിലും കാലഘട്ടത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. ആ കാലഘട്ടത്തിൽ നിന്നിട്ട് ഞങ്ങളു മാത്രമാണ് ശരി എന്ന് പറയുകയും നിങ്ങളുടേതിൽ ഇന്ന ഇന്ന പാകപ്പിഴവുകൾ ഉണ്ട്, അതുകൊണ്ടാണ് നിങ്ങളുടേത് ഏറ്റവും മെച്ചപ്പെട്ട നമ്പർ 1 സ്ഥാനത്തേക്ക് എത്താത്തത് എന്ന് പറയുകയും ചെയ്യുമ്പോൾ ആദ്യം ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒന്നും പ്രതികരിച്ചിരുന്നില്ല. കാരണം ഒന്നാമത് ഈ ഇസ്ലാമിക പ്രമാണങ്ങൾ എന്ന് പറയുന്നത് അറബി ഭാഷയാണ്, അവർക്ക് ആ ഭാഷ വശമുണ്ടായിരുന്നില്ല. പിന്നീട് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടം വന്നു. ജൂതന്മാർ കണ്ടുപിടിച്ച മീഡിയകളിലൂടെ, ജൂതന്മാർ കണ്ടുപിടിച്ച മേഖലകളിലൂടെ, അവരുടെ തലച്ചോർ ഉപയോഗപ്പെടുത്തി അവരുണ്ടാക്കിയെടുത്ത ടെക്നോളജിയിലൂടെ വ്യത്യസ്തമായ ഭാഷകളിലേക്ക് ഇസ്ലാമിക പ്രമാണങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ ആർക്കും എവിടെയും ഇരുന്നൊരു ആൻഡ്രോയിഡ് ഫോണ് മാത്രം മതി കയ്യിൽ. നെറ്റ് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി എന്തും പഠിക്കാനും മനസ്സിലാക്കാനും അതുപോലെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യാനും നമ്മളുടെ വിമർശനങ്ങൾ, അഭിപ്രായങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് തുറന്നു പറയാനും ഒക്കെയുള്ള സുലഭമായ സാഹചര്യങ്ങൾ നമുക്ക് ലഭിച്ചു. അപ്പോൾ അവര് നമ്മുടേത് തെറ്റാണെങ്കിൽ, നമ്മുടെ പ്രമാണങ്ങൾക്ക്, നമ്മുടെ വിശ്വാസങ്ങൾക്ക്, നമ്മളുടെ മതസംഹിതകൾക്ക്, മതപ്രമാണങ്ങൾക്ക്, മതത്തിന് ഇന്ന ഇന്ന പോരായ്മകൾ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് പഠിക്കാം. ആദ്യം അവർ അവരുടെ പ്രമാണങ്ങളെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ഇതല്ല തെറ്റ്, നിങ്ങളുടെ മനസ്സിലാക്കലിലാണ് തെറ്റുണ്ടായത്, നിങ്ങളുടെ വ്യാഖ്യാനത്തിലാണ് തെറ്റുണ്ടായത്. ഇത് സംസ്കൃത ഭാഷയിൽ എഴുതിയ വേദങ്ങളാണ്, ഹീബ്രു ഭാഷയിൽ എഴുതിയ വേദങ്ങളാണ്, അതിന്റെ അർത്ഥങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ ഇന്ന സന്ദർഭങ്ങളിൽ നിന്നും ഇന്ന പദങ്ങളാണ് അടർത്തിയെടുത്തിട്ടുള്ളത്, ഇന്ന ഇന്ന പ്രശ്നങ്ങളാണ് ഇതിലുള്ളത് എന്ന് ആ മതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവർ വിശകലനം ചെയ്തു. എന്നിട്ട് അവരുടെ മതങ്ങളെക്കുറിച്ച് അവർക്കറിയുന്ന ചെറിയ ചെറിയ വിഷയങ്ങൾ പറഞ്ഞു. ഓപ്പോസിറ്റ് മതത്തെക്കുറിച്ച്, സമാധാന മതത്തെക്കുറിച്ച്. അപ്പോൾ അവര് പറഞ്ഞു, നിങ്ങൾ പഠിച്ചിട്ട് വിമർശിക്കണം, അല്ലെങ്കിൽ ജോസഫ് മാഷിന്റെ അവസ്ഥയായിരിക്കും നിങ്ങൾക്ക്. ശരി, ഈ മതത്തിന്റെ പ്രത്യേകത എല്ലാ കാലവും പീഡിപ്പിച്ചുമാണ് ഈ മതം നിലനിന്നിട്ടുള്ളതും സ്ഥാപിതമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, ഉണ്ടായിരുന്നവർ ഈ വിഷയങ്ങളെ കുറിച്ച് നന്നായി പഠിച്ചു. അങ്ങനെ അവർ അതിനെ പ്രതിരോധിക്കാൻ തുടങ്ങി, വിമർശിക്കാൻ തുടങ്ങി, മറുപടികൾ പറയാൻ തുടങ്ങി, കമ്പയർ ചെയ്ത് ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി. നമ്മളുടേതാണ് ശരിയെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നതിൽ പ്രശ്നമുണ്ടായിരുന്നില്ല. നമ്മളുടേതു മാത്രമാണ് ശരിയെന്നും അവരൻ്റെതിൽ ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ടെന്നും പറഞ്ഞു തുടങ്ങി. അപ്പോഴാണ് ശരിക്കും നട്ടെല്ലുള്ള ചുണക്കുട്ടികളായ ക്രിസ്ത്യാനികൾ പ്രതിരോധിച്ചു തുടങ്ങി, പ്രതികരിച്ചു തുടങ്ങി, പഠിച്ചിട്ട് വിമർശിച്ചു തുടങ്ങി. അപ്പോൾ ഇവർക്ക് കൈവെട്ടും, കാലുവെട്ടും, തലവെട്ടും, തന്തയ്ക്ക് വിളിയും, വ്യഭിചാര ആരോപണങ്ങളും ഒക്കെ മാത്രമായി അവശേഷിച്ചു ഇവരുടെ ആ പാട്ട്. അപ്പോഴും ഇവർക്ക് മറുപടികൾ ഉണ്ടായിരുന്നില്ല പറയാൻ. ഇവരെന്ത് പറഞ്ഞുകൊണ്ട് മറുപടി പറയും? കാരണം ഇസ്ലാമിക പ്രമാണങ്ങൾ മുൻനിർത്തിയിട്ട് തന്നെയാണ് ക്രിസ്ത്യാനികൾ പ്രതിരോധിച്ചു തുടങ്ങിയത്. നിങ്ങളുടെ ഇന്ന പ്രമാണത്തിൽ, ഇന്ന ഖുർആൻ വ്യാഖ്യാനത്തിൽ ഇന്ന വ്യക്തി എഴുതിയത്, ഇന്ന പബ്ലിഷിംഗ് ആണത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, ഇന്ന വ്യക്തിയാണത് എഴുതിയിരിക്കുന്നത്, ഇന്ന ഖുർആൻ വചനമാണ്, ആ ഖുർആൻ വചനത്തിന്റെ വ്യാഖ്യാനം ഇത്രാമത്തെ പേജിലാണുള്ളത്, അത് ഇങ്ങനെയാണ്, ഞങ്ങളത് വായിക്കാം എന്ന് പറഞ്ഞിട്ട് പബ്ലിക്കിൽ ഇരുന്നു കൊണ്ട് അവർ വായിക്കാൻ.
അപ്പോൾ ധാരാളം ആളുകൾ അത് കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. അത് തിരിയാത്തവർ തന്തയ്ക്ക് വിളിച്ചു. അപ്പോഴും ഇസ്ലാമിലില്ലാത്ത വസ്തുതകൾ പറഞ്ഞിട്ട് ഇസ്ലാമിനെ വളർത്താൻ ശ്രമിക്കുമ്പോൾ ആളുകൾ പ്രതിരോധിക്കും, പ്രതികരിക്കും, വിമർശിക്കും. ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള മനുസ്മൃതിയിലെ 9-ാം അധ്യായം അതിന്റെ 3-ാം കാണ്ഡം നിങ്ങൾ പരിശോധിച്ചാൽ കാണാം. പിതാ രക്ഷിതി കൗമാരെ ഭർത്താ രക്ഷിതി യൗവനെ പുത്രോ രക്ഷിതി വാർദ്ധക്യേ രക്ഷന്തിസ്തവിരേ പുത്ര ന സ്ത്രീ സ്വാതന്ത്ര്യമർഹിതി. മനുസ്മൃതിയിലുള്ളതാണ്. പിതാ രക്ഷിതി കൗമാരെ. കൗമാരത്തിൽ പിതാവിന്റെ സംരക്ഷണത്തിലാണ് ഒരു പെൺകുട്ടി ജീവിക്കുന്നത്. എല്ലാവരും അംഗീകരിക്കുന്നു. 18 വയസ്സുവരെ ഒരു പെൺകുട്ടി, അത് ഹിന്ദു കുടുംബത്തിലാവാം, ക്രൈസ്തവ കുടുംബത്തിലാവാം, ഇസ്ലാമിക സമൂഹത്തിലാവാം, അല്ലെ, വിവാഹപ്രായം എത്തുന്നതുവരെ ഒരു പെൺകുട്ടി പിതാ രക്ഷിതി കൗമാരെ, പിതാവിന്റെ സംരക്ഷണത്തിലാണ്. പിന്നെ ഭർത്താ രക്ഷിതി യൗവനെ, യൗവനത്തിൽ ഭർത്താവിന്റെ സംരക്ഷണത്തിലാണ്. അപ്പൊ ഇന്നലെ വരെ ജുബൈർ കുട്ടി സാഹിബിന്റെ മകൾ സെബീന എന്ന് പറയുന്ന പെൺകുട്ടി ഇന്നലെ വരെ, ഇന്ന് ഈ നിമിഷം വരെ ആ പിതാവിന്റെ സംരക്ഷണത്തിലാണ്. ഇനി ഇവിടെ ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. മീസാക്കൻ വലിയ സുദൃഢമായ ഒരു കരാർ. അതെന്താ കരാറ്? ഈ ഓഡിറ്റോറിയത്തിലെ മുഴുവൻ മനുഷ്യരെയും, സ്ത്രീ പുരുഷന്മാരെയും സാക്ഷി നിർത്തി നമ്മുടെ ബഹുമാന്യനായ സഹോദരൻ മുഹമ്മദ് റഫീഖ് നിങ്ങളുടെ മകളെ ഇണയായി, ഭാര്യയായി, എന്റെ ജീവിത പങ്കാളിയായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് മുതൽ ആ സംരക്ഷണം റഫീഖിൻ്റെതാണ്. ഇത്ര മഹത്വമേറിയ ഒരു കർമ്മം. നിങ്ങൾക്കറിയാം, എല്ലാ മതവും അതിനെ പ്രാധാന്യത്തോടു കൂടി കാണും. ഇസ്ലാം എല്ലാത്തിനും മാതൃക കാണിച്ചു. അപ്പൊ നിങ്ങൾക്കറിയാം, യേശുക്രിസ്തു ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹം വിവാഹിതനായിരുന്നില്ല. ഭാര്യയോട് എങ്ങനെ, മക്കളോടെങ്ങനെ, പേരമക്കളോടെങ്ങനെ, മരുമക്കളോടെങ്ങനെ, അത് മാതൃക കാണിക്കാൻ ഈസാ നബിയെ ദൈവം നിയോഗിച്ചിട്ടില്ല, ഇല്ല. എന്നാൽ ലോകത്ത് എല്ലാവർക്കും ഒരേപോലെ മാതൃക കാണിക്കാൻ വന്ന മുഹമ്മദ് നബിയിൽ ഇതിനെല്ലാത്തിലും മാതൃകയുണ്ട്. ആ മാതൃക പ്രകാരമുള്ള വിവാഹം മുസ്ലിം സമൂഹത്തിൽ ഇന്ന് നടക്കുന്നില്ല. ക്ഷമിക്കണം, യാഥാർത്ഥ്യം തുറന്നു പറയണമെന്ന് വിചാരിക്കുന്ന, വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മുസ്ലിം സമൂഹത്തിൽ ഇന്ന് മഹാഭൂരിപക്ഷം വരുന്ന സമൂഹത്തിലും ഇസ്ലാമികമായ കല്യാണം നടക്കുന്നില്ല എന്ന് ഞാൻ മാത്രമല്ല, ഇവിടുത്തെ മുസ്ലിങ്ങൾക്കും അറിയാം. ഇതെന്തൊരാചാരമാണ് എന്ന് പലപ്പോഴും മുസ്ലിങ്ങൾ ചോദിക്കും, മുസ്ലിങ്ങളും ചോദിക്കാറുണ്ട്. പക്ഷെ തിരുത്താൻ വയ്യ. എന്താ? മഹല്ലിലെ സംവിധാനം അതാണ്. തിരുത്തേണ്ടവരാരാണ്? പണ്ഡിതന്മാരാണ്. പണ്ഡിതന്മാർ അതിന് കൂട്ടുനിൽക്കുന്നവരാണ്. വല്ലത്തി കാനത്ത് അലയിൽ ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിയണം. സമൂഹം സൃഷ്ടിച്ച ജീർണിച്ച ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിയാൻ സാധിക്കണം. സഹോദരന്മാരെ, മുഹമ്മദ് നബിയുടെ വീട്ടിൽ ഒരു കല്യാണം നടക്കുക. ശ്രീനാരായണ ഗുരു അതിനെ പ്രശംസിച്ചിട്ടുണ്ട്. മഹചരിത മാല വായിച്ചാൽ നിങ്ങൾക്കറിയാം. മുഹമ്മദ് നബിയുടെ മകളായിരുന്നു ഫാത്തിമ. ആ ഫാത്തിമ വിഷയം എന്താണ്? അതായത് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട 3 വിഷയങ്ങളാണ്. ഒന്ന്, മനുസ്മൃതിയിൽ പെണ്ണിന് എല്ലാ കാലത്തും സംരക്ഷണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ചെറിയ പ്രായത്തിൽ പിതാവിനാലും, യൗവന പ്രായമാകുമ്പോൾ ഭർത്താവിനാലും, കുറച്ച് വാർദ്ധക്യമാകുമ്പോൾ മക്കളാലും സംരക്ഷിക്കപ്പെടേണ്ടവളാണ് പെണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണോ ഇന്ന് ഹൈന്ദവ സമൂഹം ജീവിക്കുന്നത്? ഹൈന്ദവ കുടുംബത്തിലെ ഒരു പെണ്ണും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാറില്ലേ? പുറം രാജ്യങ്ങളിൽ ഒറ്റയ്ക്ക് പോയി ജോലി നോക്കാറില്ലേ? അവര് യാത്ര ചെയ്യുന്നതെല്ലാം പിതാവിനോടും ഭർത്താവിനോടും മക്കളോടും ആങ്ങളമാരോടും ഒക്കെ ഒപ്പമാണോ? ഇതാണ് ഇവിടുത്തെ വിഷയം. എന്നാൽ ഇതേ നിയമങ്ങളിൽ ജീവിക്കുന്ന താലിബാനികൾ ഇന്നുമുണ്ട്, അഫ്ഗാനികൾ ഇന്നുമുണ്ട്. മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ച് മറ്റു മതങ്ങളും മതത്തിലെ പൗരോഹിത്യവും മാറ്റത്തിരുത്തലുകൾക്ക് തയ്യാറാകുമ്പോൾ ഞങ്ങൾ 6-ാം നൂറ്റാണ്ടിന്റെ തൊഴുത്തിലേ നിൽക്കൂ എന്ന് പറയുന്നു. ഒന്നാണ് അദ്ദേഹം പറഞ്ഞത്. 2, മീസാക്കൻ ഖലീല, ബലിഷ്ഠമായ ഒരു കരാറാണ് വിവാഹം. ഈ വിവാഹത്തിന്റെ കരാറ് ഉസ്താദെ ആരുമായിട്ടാണ് ഈ കരാറ്? ആണും പെണ്ണും തമ്മിലുള്ള കരാറിനെ കുറിച്ചിട്ടാണോ നിങ്ങൾ സംസാരിക്കുന്നത്? സിവിൽ കോൺട്രാക്റ്റ് ആണ് വിവാഹം. പെണ്ണിന്റെ വാപ്പയും പയ്യനും തമ്മിലുണ്ടാക്കുന്ന കരാർ എങ്ങനെയാണ് ബലിഷ്ഠമായ കരാറാകുന്നത്?
അതുകൊണ്ട് തന്നെയല്ലേ തലാഖ് എന്ന് പറയുന്ന ലളിതമായ ഒരു പദം, അതിലൂടെ പെണ്ണ് വിവാഹമോചിതയാക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ബലിഷ്ഠമായ കരാറാണെങ്കിൽ ആ കരാർ ഒഴിവാക്കുമ്പോൾ, ആ കരാർ വിഡ്രോ ചെയ്യുമ്പോൾ സാക്ഷികൾ ആവശ്യമില്ലേ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഏതെങ്കിലും ഒരു പുൽക്കൊടിയെങ്കിലും കാണേണ്ടതുണ്ടോ ഇവരുടെ വിവാഹമോചനം? ഇല്ല. അപ്പോൾ മീസാക്കൻ ഖലീല എന്നുള്ളത് അവിടെ പൊളിഞ്ഞു. പിന്നെ ഇന്നലെ വരെ ഒരു മുസ്ലിം സ്ത്രീയുടെ പിതാവ് അവൾക്ക് എല്ലാമാണ്. ഇന്ന് പുതിയ ഒരു കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നീട് അവനാണെല്ലാം. സ്വന്തം പിതാവ് ഹാർട്ട് അറ്റാക്ക് വന്നു മരിച്ചുവെന്നോ ടെറസിന്റെ മുകളിൽ നിന്ന് വീണ് തല പൊട്ടിയെന്നോ കേട്ടാൽ പോലും ഈ ഭർത്താവിന്റെ അനുവാദമില്ലാതെ ജന്മം നൽകിയ പിതാവിനെ കാണാൻ പോകാൻ പാടില്ല. ഇനി പോയാൽ അവളെ പ്രഹരിക്കാമെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം, ഈ മതത്തിന്റെ കാരുണ്യം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്റെ ലോജിക്ക് അങ്ങനെയല്ല, എന്റെ യുക്തി അങ്ങനെയല്ല. എപ്പോഴും മരണം വരേക്കും നിലനിൽക്കുന്ന എന്റെ പിതാവും ഞാനും തമ്മിലുള്ള ബന്ധം വെറും ഒരു ലളിതമായ തലാഖ് എന്ന് പറയുന്ന ഒരു പദം പറഞ്ഞാലുടനെ തന്നെ വിവാഹമോചിതയാകാവുന്ന ഒരു ബന്ധത്തിലേക്ക് വെച്ച് കെട്ടി കമ്പയർ ചെയ്യാം. ഭർത്താവിനാണോ കൂടുതൽ സ്ഥാനമുള്ളത് അതോ ജന്മം നൽകിയ പിതാവിനാണോ സ്ഥാനമുള്ളത് എന്ന് ഇസ്ലാം ചോദിച്ചാൽ ഭർത്താവിനെന്ന് പറയും. എന്നോട് ചോദിച്ചാൽ ഞാൻ എന്റെ പിതാവിനാണെന്ന് പറയും. കാരണം പിതാവിന് തുല്യം പിതാവ് തന്നെയാണ്. ഇനി മൂന്നാമതായിട്ടുള്ള അദ്ദേഹം പറഞ്ഞ കാര്യം, ഈസാ നബി വിവാഹം കഴിച്ച് കാണിച്ചു തന്നിട്ടുണ്ടോ? ഇല്ല. വളർത്തുമകന്റെ ഭാര്യയെ വിവാഹം കഴിച്ച് കാണിച്ചു തന്നിട്ടുണ്ടോ? ഇല്ല. 5 വയസ്സും 10 മാസവും പ്രായമുള്ള കുഞ്ഞിനെ വിവാഹം കഴിച്ച് കാണിച്ചു തന്നിട്ടുണ്ടോ? ഇല്ല. ഇങ്ങനെയൊക്കെ കാണിച്ചു തന്ന മുഹമ്മദ് നബിയാണ് നിങ്ങളുടെ മാതൃകയെങ്കിൽ പ്രവാചകന്മാർക്കിടയിൽ ഒരു പ്രവാചകന്മാർക്കിടയിലും വിവേചനം ഞാൻ കൽപ്പിച്ചിട്ടേയില്ല എന്ന് പറഞ്ഞ അള്ളാഹുവിനെതിരെയാണ് നിങ്ങളുടെ വിരൽ ചൂണ്ടേണ്ടത്. കാരണം മുഹമ്മദ് നബിയെ ധാരാളം പെണ്ണുങ്ങളുമായിട്ട് ഭോഗിച്ച് സുഖിക്കാൻ വിടുകയും ഈസാ നബിക്ക് ഒരു പെൺകൊടിയെ പോലും കൊടുക്കാതിരിക്കുകയും ചെയ്ത ആ അള്ളാഹുവിനെതിരെയാണ് നിങ്ങളുടെ വിരൽ ചൂണ്ടിയത്. നന്ദി.